മോനെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി കാരുണ്യത്തോടുകൂടി അവനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ മുഴുവനും മറന്ന് ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പാതാളത്തിലേക്ക് വീണ്ടും വീണ്ടും അവനെ ചവിട്ടി താഴ്ത്തി. സഹോദരങ്ങളെ, എന്തിന് നമ്മുടെ മക്കളെ നാം നശിപ്പിക്കണം? എന്തിന് നമ്മുടെ മക്കളെ നാം നശിപ്പിക്കണം? അല്ലെ, ഈ കൂട്ടത്തിലിരിക്കുന്ന പ്രായമുള്ള ആളുകൾ, പ്രായമുള്ള വാപ്പമാർ, പ്രായമുള്ള ഉമ്മമാർ, അവർ മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ പൊന്നുമകൻ എൻ്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ്. നാഥാ, ഈ കിടക്കുന്നത് എൻ്റെ പൊന്നുമ്മയാണ്, എൻ്റെ പൊന്നുമ്മയാണ് റബ്ബേ ഈ കിടക്കുന്നത്, എൻ്റെ പൊന്നുവാപ്പയാണ് റബ്ബേ ഈ കിടക്കുന്നത്. പുറത്തു കിടക്കണം, മാപ്പ് നൽകണം, വിട്ടുവീഴ്ച ചെയ്യണം, തണുത്ത ജലം കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞോ അറിയാതെയോ ഇക്കൂട്ടത്തിലിരിക്കുന്ന താടിയും മുടിയും നരച്ച ഓരോ മാതാവും പിതാവും ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് നിങ്ങളുടെ മക്കളെ കിട്ടുമോ? സഹോദരങ്ങളെ, ഇന്ന് വീട്ടിൽ പോയി ബിടെക്കും എംടെക്കൊക്കെ കഴിഞ്ഞ മക്കളെ അടുത്ത് വിളിക്കുക, എന്നിട്ട് ചോദിക്കുക, മോനെ, എൻ്റെ മോൻ ഇംഗ്ലീഷ് അറിയില്ലേ? പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയാതെ? ഞാൻ ഇംഗ്ലീഷിലല്ലേ എക്സാം മുഴുവൻ എഴുതിയത്, ഇംഗ്ലീഷിൽ ലിറ്ററേച്ചർ എക്സ്ട്രാ ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ സെക്കൻഡ് പേപ്പറായി. പിന്നെന്താ ഉമ്മ അങ്ങനെ ചോദിക്കണേ, വാപ്പ അങ്ങനെ ചോദിക്കണേ? എൻ്റെ മോന് മാത്സ് ഒക്കെ നന്നായിട്ട് അറിയാലേ, എന്ത് സയൻസിൽ എന്ത് ഇക്വേഷൻ, എന്ത് ഡെറിവേഷൻ തന്നാലും മോനത് ചെയ്ത് ഇക്വേഷനിലെത്തൂലേ? ഒക്കെ ചെയ്യും, ഭയങ്കര സംഭവമാണ്. എന്നാൽ ഉമ്മാൻ്റെ മോന് അല്ലെങ്കിൽ വാപ്പാൻ്റെ മോന് മയ്യിത്ത് നമസ്കാരത്തിൻ്റെ 3ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഒന്ന് പറഞ്ഞു തരുമോ? എന്തായിരിക്കും ഉത്തരം? ഉമ്മ, എനിക്കിപ്പോൾ ഒരാവശ്യമുണ്ട്, ഞാൻ ഇപ്പോൾ വരെയെന്ന് പറഞ്ഞിട്ടൊരു പോക്കാ. പിന്നെ അവനെ കാണൂല. നിങ്ങൾ ആ കാര്യം മറക്കണത് വരെ അവനെ കാണില്ല. സഹോദരങ്ങളെ, ഇത്രയും വലിയ ദുരന്തം ഒരു മകനെ കൊണ്ട് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താ? മരിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാ. അതിനേക്കാൾ വലിയ ഉപകാരം വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടോ? എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എന്താണെന്നറിയോ? എൻ്റെ തൊട്ട അയൽപക്കത്തുള്ള ഒരാള്, വയസ്സായ ഒരു മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ വലിയ കൂട്ടുകാരനാണ്. അങ്ങനെ എനിക്ക് കോളേജിലുള്ള ദിവസമാണ്, ഞാൻ ക്ലാസ് ഒഴിവാക്കി നാട്ടിലേക്ക് പോയി. മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി നാട്ടിലുള്ള ജുമാഅത്ത് പള്ളിയിലെ എല്ലാവരും ഒരുമിച്ച് കൂടി. മയ്യിത്ത് നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് ഈ മനുഷ്യൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉനൈസേ, എനിക്ക് മയ്യിത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന അറിയില്ല, ഈ എനിക്കത് പഠിപ്പിച്ചു തരണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, പ്രശ്നമില്ല. അങ്ങനെ ഞാനും അവനും കൂടി ഏകദേശം അരമണിക്കൂറോളം ഇരുന്നു. ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവന് പഠിക്കാൻ സാധിക്കണില്ല. കാരണം വാപ്പ മരിച്ച ദുഃഖം, വാപ്പ മരിച്ച ടെൻഷൻ ഓൾറെഡി മനസ്സിലുണ്ട്. മയ്യിത്ത് നമസ്കാരത്തിൻ്റെ പ്രാർത്ഥന പഠിക്കാൻ കഴിഞ്ഞില്ല. അവന് വല്ലാത്ത വിഷമം. ഓൻ എന്നിട്ട് അവസാനം എന്താ ചെയ്തതെന്നറിയോ? 5000 രൂപയുടെ നോട്ട് കെട്ട് പോക്കറ്റിൽ നിന്നെടുത്ത് ഉസ്താദിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ വാപ്പയാണ് ഈ കിടക്കുന്നത്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിസ്കരിക്കണം. ആത്മാർത്ഥമായിട്ട് എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി എനിക്ക് നിസ്കരിക്കാൻ, എനിക്ക് പ്രാർത്ഥന അറിയില്ല. ഞാൻ അവൻ്റെ കണ്ണുകളും അവൻ്റെ ചുണ്ടും ഞാൻ ശ്രദ്ധിച്ചു. വികാരമടക്കാൻ സാധിക്കാതെ വിറക്കുന്ന ചുണ്ടുകളും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും സ്വന്തം വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ഉസ്താദിന്റെ കയ്യിലേക്ക് നോട്ട് കെട്ട് ചുരുട്ടി വെച്ചു കൊടുത്തുകൊണ്ട് പള്ളിയിൽ ആരും കാണാത്ത മൂലയിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ അവനെ സമാധാനിപ്പിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. സഹോദരങ്ങളെ, എന്തൊരു ദുരന്തം! ചിന്തിച്ചു നോക്ക്. മക്കൾക്ക് ഫിലോസഫിയും എക്കണോമിക്സും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ടോൾസ്റ്റോയുടെയും ട്രോട്സ്കിയുടെയും വേദാന്തങ്ങളും സാഹിത്യവും സിദ്ധാന്തങ്ങളും ശാസ്ത്രങ്ങളും തലച്ചോറിന്റെ അകത്തേക്ക് കുത്തിക്കയറ്റുന്ന സമയം ഖുർആൻ പഠിപ്പിച്ച അർത്ഥങ്ങളും ഖുർആൻ പഠിപ്പിച്ച സന്ദേശങ്ങളും പഠിപ്പിക്കാൻ മറന്നുപോയി. മയ്യിത്ത് നമസ്കാരത്തിൽ എനിക്ക് വേണ്ടി നമസ്കരിക്കേണ്ട എൻ്റെ മകൻ 3ാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണെന്ന് ജീവിതത്തിൽ ഇന്ന് വരെ പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. അല്ലേ? ദീനിൽ നിന്നകന്നു. ദീന് വേണ്ട. മക്കൾക്ക് ഒരുപാട് പണം ഉണ്ടായാൽ മതി, ഒരുപാട് സ്വാധീനം ഉണ്ടായാൽ മതി, ഒരുപാട് പ്രശസ്തി ഉണ്ടായാൽ മതി, അവര് മരണത്തിന് ശേഷം എനിക്ക് അവരെ ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് വന്നുപോയി. അല്ലേ? ആ മരണത്തെ നാം മറന്നു. മരണത്തിന്റെ ഭീകരതയെ നാം മറന്നു. മരണത്തിന്റെ വല്ലാത്തൊരവസ്ഥയെ നാം മറന്നു. സഹോദരങ്ങളെ, എന്താണ് മരണം?
എന്താണ് മരണം? മരണം എന്താ പായസം കുടിക്കുന്ന പോലെ അനുഭവിക്കാനുള്ളൊരു സാധനമാണോ? അല്ല. എല്ലാ ഐഡന്റിറ്റികളും നശിപ്പിച്ച് കളയുന്ന ഒരു സാധനം. എല്ലാ ഐഡന്റിറ്റികളും അതുപോലെ തീരും. എന്താ? ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ ഇവിടെ നിന്ന് പരിപാടി കഴിഞ്ഞു, ചുങ്കത്തേക്ക്, ഫറോക്ക് ചുങ്കത്തേക്ക് ഞാൻ മടങ്ങുന്ന വഴിയിൽ ഞാൻ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. നിങ്ങൾ വിചാരിക്കുക, ഞാൻ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു, അങ്ങനെ ഞാൻ മരിച്ചു. നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാൻ്റെയും എൻ്റെ വാപ്പാൻ്റെയും നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് അവരെ വിളിച്ചറിയിച്ചു, നിങ്ങളുടെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്, പെട്ടെന്ന് ഇവിടെ വന്ന് മയ്യത്ത് കൊണ്ടുപോകണം. അങ്ങനെ എൻ്റെ ഉമ്മയും വാപ്പയും ഭയങ്കര സങ്കടത്തോടു കൂടി എൻ്റെ മയ്യത്ത് നിങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിലെത്തിയാൽ എന്ത് ചെയ്യും? എൻ്റെ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ എൻ്റെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എൻ്റെ സഹോദരന്മാർക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ എൻ്റെ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ എന്നെ കടത്തും, എൻ്റെ മുഖം തുറന്നു വെച്ചുകൊണ്ട്. അവസാനം എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അനുജൻ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയോ? മയ്യത്തെടുക്കണില്ലേ? എങ്ങനെ? മയ്യത്തെടുക്കണില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. അന്ന് വരെ മോനെ എന്ന് വിളിച്ചിരുന്ന എൻ്റെ വാപ്പയുടെ നാവ് കൊണ്ട്, മോനെ എന്ന് മാത്രം വിളിച്ചിരുന്ന എൻ്റെ ഉമ്മയുടെ നാവ് കൊണ്ട്, ഇക്കാക്ക എന്ന് വിളിച്ചിരുന്ന എൻ്റെ അനുജന്റെ നാവ് കൊണ്ട് അന്ന് എന്നെ വിളിക്കുന്നത് എന്താ? മയ്യത്ത്. മയ്യത്ത് എന്താ? മയ്യത്തിന്റെ മലയാളം മൃതദേഹം. മൃതദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് താഴ്ന്ന മലയാളം എന്താ? ശവം. ശവം.